അസ്സലാമു അലൈക്കും. ഇന്നെൻ്റെ കുട്ടി ഫിയമോളെ മദ്രസയിൽ ചേർക്കാൻ കൊണ്ടുപോവാണ്. ഞാൻ പഠിച്ച മദ്രസയിൽ, കുട്ടീൻ്റെ അപ്പച്ചി പഠിച്ച മദ്രസയിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. കുറച്ച് പഴയതായിട്ടുണ്ട് മദ്രസ, എന്നാലും ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങളെ കുട്ടികൾക്ക് മനോഹരമായിട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങൾ മദ്രസയിൽ ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മദ്രസ. മാഷാ അല്ലാഹ്, നമ്മുടെ ഒരു അറബി സുഹൃത്തിൻ്റെ ഫണ്ട്, അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടെ മനോഹരമായൊരു പള്ളി നിർമ്മാണം കഴിഞ്ഞു. ഇനി വളരെ പെട്ടെന്ന് തന്നെ ഈ ശോചനീയ അവസ്ഥയിൽ നിന്ന് മദ്രസ ഇൻഷാ അല്ലാഹ് നമ്മൾ ഏറ്റവും ഹൈടെക് മദ്രസയിലേക്ക് ആക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ 1-ാം ക്ലാസ് ഇതാണ്. കുറച്ച് ഷെയറുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അലൈക്കും. ഈ മനോഹരമായ പള്ളി നാളെയിൽ സംരക്ഷിക്കേണ്ട ഒരു തലമുറയാണ് ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള മദ്രസയിൽ വിദ്യ നുകർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയുടെ ഇസ്സത്ത് പോലെ തന്നെ വളരെ മനോഹരമായ ഒരു മദ്രസ ഇനി നമുക്ക് വരേണ്ടതുണ്ട്. വളരെ ശോചനീയമായ അവസ്ഥയിൽ നമ്മുടെ കുട്ടികളുടെ തലയിലേക്കൊക്കെ ഒളിഞ്ഞു വീഴാൻ സാധ്യതയുള്ള രൂപത്തിലാണ് ഇപ്പോൾ ഈ ഒരു കെട്ടിടം നിലനിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദ് അവറുകൾ 10 വർഷത്തിലേറെയായി നമ്മുടെ മഹല്ലത്തിൽ സേവനം ചെയ്യുന്നു. ഇനി ഈ പള്ളിയോട് യോജിക്കുന്ന ഒരു മദ്രസ കെട്ടിടം, ഇപ്പം ഇന്ന് 1-ാം ക്ലാസ്സിലേക്കൊക്കെ ഒരുപാട് കുട്ടികൾ വരുന്ന സമയത്ത് ആ കുട്ടികൾ ജീവിതത്തിൽ ആദ്യമായിട്ട് മദ്രസ എന്താണെന്ന് അനുഭവിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാകുമ്പോൾ ആ കുട്ടികൾക്കൊരിക്കലും നമ്മുടെ നാട്ടിലെ മഹല്ല് സംവിധാനങ്ങളോ നമ്മുടെ പള്ളിയോ ഒന്നും ഭാവിയിൽ നിലനിർത്താൻ അവർക്ക് സാധിക്കില്ല. ഏറ്റവും ഹൈടെക്കായ രീതിയിൽ സ്കൂൾ വിദ്യാഭ്യാസങ്ങളൊക്കെ സ്കൂളുകളിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മതവിദ്യാഭ്യാസത്തിന് നാം വളരെ പ്രാധാന്യം കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചാൽ വളരെ മനോഹരമായൊരു മദ്രസ കെട്ടിടം നമുക്ക് ഇവിടെ തന്നെ പണിയാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. ഒരുമയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, ഒരുമിച്ച് നിൽക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഏത് പ്രതിസന്ധികളെയും മറികടന്ന് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. എൻ്റെ തൊട്ടുപുറത്തുള്ളത് നമ്മുടെ പള്ളിക്കാടാണ്. ഈ പള്ളിക്കാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന പൂർവികരായ നമ്മുടെ പിതാക്കളാണ് ഇവിടെ ഇങ്ങനെ ഒരു മദ്രസ കെട്ടിടം നിർമ്മിച്ചത്, അതിന് സ്ഥലം വഖഫ് ചെയ്തത്, അതിന് കല്ലും മണ്ണും ചുമന്ന് ഇങ്ങനെ ഒരു ബിൽഡിംഗ് അവരുണ്ടാക്കി. ഈ നാടിൻ്റെ ഒരുമക്കും ഐക്യത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഐക്യവും ഒരുമയൊക്കെ ഇനിയും സാധ്യമാണ്. വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുസ്ലിം സമൂഹം, പ്രത്യവിശിഷ്യ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തെങ്കിലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന സുന്നികളായ ആളുകൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്ത് വിപ്ലവങ്ങളും സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്നത് യാഥാർത്ഥ്യമാണ്, ചരിത്രമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മീസാൻ കല്ലുകളുടെ സംസാര ഭാഷ നമുക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ പരസ്പരം കുടിപ്പകയും വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്താൻ നമുക്കൊരിക്കലും സാധിക്കില്ലായിരുന്നു. ഓർക്കുക, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അവസാനം നമുക്ക് വന്നു കിടക്കാനുള്ള കല്ലുപാലം റിഫാഇയ ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലെ 6 അടി മണ്ണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു.